കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം ഒരു കടുവാ സങ്കേതം കൂടിയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഒരു കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2010. ചിന്നാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ഇടുക്കി. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ മുതല വളർത്തൽ കേന്ദ്രം ഏതാണ്? നെയ്യാർ ലയൺ സഫാരി പാർക്ക്. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കൊല്ലം. ചെങ്കുറിഞ്ഞി എന്ന വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? എറണാകുളം. ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? തൃശ്ശൂർ. വാഴാനി ഡാം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതത്തിന് സമീപം എന്താണ്? പീച്ചി. ചിമ്മിണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ചിമ്മിണി ഡാം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിമ്മിണി വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? വയനാട്. മുത്തങ്ങ, തോൽപ്പെട്ടി എന്നീ 2 ബ്ലോക്കുകളുള്ള വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി അണക്കെട്ടിൻ്റെ റിസർവോയറിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഇടുക്കി വന്യജീവി സങ്കേതം. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? കൊച്ചി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. പെപ്പാറ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ജലസ്രോതസ്സായ പെപ്പാറ ഡാമിൻ്റെ ദൃഷ്ടിപ്രദേശത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? പെപ്പാറ വന്യജീവി സങ്കേതം. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ഇടുക്കി. നീലക്കുറിഞ്ഞി പൂക്കളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച വന്യജീവി സങ്കേതം ഏതാണ്? കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. മലബാർ സിവറ്റ്, മലബാർ ഗാഡ്ഫ്ലൈ തുടങ്ങിയ ജീവികൾക്ക് പേരുകേട്ട വന്യജീവി സങ്കേതം ഏതാണ്? മലബാർ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ കാണുന്ന ഒരു പ്രധാന ആദിവാസി വിഭാഗം ഏതാണ്? കാടാർ. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. ആനകളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ 2ാമത്തെ കടുവ സങ്കേതം ഏതാണ്? പറമ്പിക്കുളം കടുവ സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം? നെയ്യാർ, പെപ്പാറ, ശെന്തുരുണി. കേരളത്തിൽ വരണ്ട ഇലപ്പൊഴിയും വനങ്ങളും
മുള്ളൻ കാടുകളും കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് പേരുകേട്ട വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിൽ ചെറിയ കൂട്ടിൽ കാണുന്ന കുളക്കോഴികൾക്ക് പേരുകേട്ട പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. നാഗർഹോളെ, മുതുമലൈ, ബന്ദിപ്പൂർ തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കല്ലേപ്പൊട്ടൻ, നീലഗിരി മരപ്രാവ് എന്നിവയ്ക്ക് പേരുകേട്ട വന്യജീവി സങ്കേതം ഏതാണ്? മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ 2019 പ്രഖ്യാപിച്ച കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ദേശീയോദ്യാനത്തിന് സമീപമാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതത്തിന് സമീപം ഏതാണ്? പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്ന ഒരിടം പെരിയാർ വന്യജീവി സങ്കേതം. പക്ഷികളെ നിരീക്ഷിക്കാൻ കക്കയം എന്ന സ്ഥലത്ത് സൗകര്യമൊരുക്കിയിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ്? മലബാർ വന്യജീവി സങ്കേതം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. മരപ്പൊത്തുകളിലെ കൂട് നിർമ്മാണത്തിന് പേരുകേട്ട വേഴാമ്പലുകൾക്ക് പേരുകേട്ട പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം.